എന്ന് പറയാൻ പോണത് എത്ര സിമ്പിളാണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. ഞാനീ പറയുന്നൊന്നും ഇതാണ് സത്യം എന്നുള്ളതല്ല കേട്ടോ. എൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ അതിനെ അഗ്രി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഡിസഗ്രി ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഞാനീ പറയുന്നതിനെ ഡിഫറെൻറ്റ് രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഡിപ്പെൻസ്. അപ്പോൾ മാർക്കറ്റിംഗ് വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ട്, നമ്മളൊരു കസ്റ്റമർ എവിടെയോ ഉണ്ട്, ലോകത്തിൻ്റെ എവിടെയോ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ സർവീസ് ഉണ്ട് എന്നുള്ളതും അത് അയാൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതും, അല്ലെങ്കിൽ കമ്പയർ ടു അതർ കോമ്പറ്റീറ്റേഴ്സ് നമ്മളതിന് ഇന്ന അഡ്വാൻറ്റേജസ് ആണുള്ളതും എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് മാർക്കറ്റിംഗ് അല്ലേ. എൻഡ് ഓഫ് ദ ഇതാണ് മാർക്കറ്റിംഗ്. അതിൽ കുറേ സ്റ്റേജസും സ്റ്റെപ്സും ഒക്കെ ഉണ്ട്, ഹഡിൽസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാണ്. ഈ കോംപ്ലക്സിറ്റി നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പണ്ട് ഈ കുളത്തിൽ കുളിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നല്ല തെളിഞ്ഞ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയി നേരിക്കാം, നമുക്ക് ഈസിലി ആ സാധനം പോയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ വളരെ അടുത്താണ്, ആഴമില്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്നുകൊണ്ട് തന്നെ എടുക്കാം. കാരണം നമുക്ക് കാണുന്നുണ്ട്, പ്രൊഡക്റ്റ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനം കാണുന്നുണ്ട്. അല്ല കുറച്ച് ആഴമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മുങ്ങിയിട്ട് പോയിട്ട് എടുത്തിട്ട് വരാം. നീന്തലൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷനൊന്നും ഇല്ലാണ്ട്, കാരണം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഐറ്റം നമ്മൾ കാണുന്നുണ്ട് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. ഇനി ഇമാജിൻ ചെയ്ത് നോക്കിയും കലങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ തൊട്ടടുത്താണെങ്കിൽ പോലും നമുക്കത് എടുക്കാൻ വേണ്ടി ഭയങ്കര ഒരു ഇതുണ്ടാവും, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും നമ്മൾ. ഇപ്പം ഞാനുള്ള സ്ഥലത്തും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെയാണ്, നമ്മൾ എവിടെയെന്ന് പ്രോപ്പർ ഐഡിയ ഇല്ലാണ്ട് നമ്മൾ പോയി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വരെ ആലോചിച്ചു പോകും. പക്ഷേ ഈ സോപ്പ് പെട്ടിക്ക് വേണ്ടി ജീവിതം പോകുന്ന രീതിയിൽ വരെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ അതവിടെ ഇട്ട് പോരും നമ്മൾ. അപ്പോൾ അതുപോലെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത്. മാർക്കറ്റ് കലങ്ങുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ കസ്റ്റമറിൻ്റെ വ്യൂ നഷ്ടപ്പെടും, നമുക്കും ഒരു ക്ലിയർ വ്യൂ നഷ്ടപ്പെടും. അപ്പോൾ ഇതിന് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് കുളം തെളിയുന്ന പോലെ തന്നെ മാർക്കറ്റും തെളിയാൻ വരെ കാത്തിക്കുക, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. രണ്ടാമത്തത് എന്ത് ചെയ്യുക, കറക്റ്റ് ഓക്കെ ഇപ്പോൾ ഇന്ന സ്ഥലത്താണ് സോപ്പ് പൊട്ടി വീണിക്കണേ, മുമ്പ് നമ്മൾ ചാടിയപ്പോൾ ഇത്ര ആഴണ്ടായിട്ടുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കല്ലുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഇന്ന ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോവുക, എടുത്തിട്ട് വരിക അല്ലേ. അത്രയും പ്രിപ്പയർഡായിട്ട് പോവുക, എടുത്തിട്ട് വരിക. അപ്പോൾ അതുപോലെ മാർക്കറ്റിങ്ങിൽ കോമ്പറ്റീഷൻ ഇന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്, നമ്മളെ കസ്റ്റമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അതിൻ്റെ രീതിയിലാണ് ചിന്തിക്കുക, അതിൻ്റെ തന്നെ സമയത്താണ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടാവുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാം നമ്മൾ. അപ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കാൾ കണ്ടുകൊള്ളണമെന്നില്ല, കാരണം കോമ്പറ്റീഷൻ അത്രയും ഹൈ ആണ്, അല്ലെങ്കിൽ കുറേ ഡിസ്ട്രാക്ഷൻ പോയിന്റ്സുകൾ ഈ ഓൺലൈനിലുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഓഫ്ലൈനിലുണ്ട്, കൂടി വരുമല്ലോ ഓരോ ദിവസം കൂടുന്തോറും. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എത്തും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ പ്ലാനിൽ നമ്മളെ എക്സിക്യൂഷനിൽ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അതിൽ ഓൺ ദ ഗോ ചിലപ്പോൾ ചേഞ്ചസ് വരുത്തേണ്ടി വരും. പക്ഷേ പാനിക്കായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സാധനം നമുക്ക് കിട്ടില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇതെൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. മേ ബി ചിലപ്പോൾ എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഡിസഗ്രി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്.